ഈശോയിൽ സ്നേഹമുള്ളവരെ, ജീവിതം ഒരു യാത്രയാണ്. ജീവിതമാകുന്ന ഈ യാത്രയിൽ നിരവധി അനുഗ്രഹങ്ങൾ നമ്മൾ അറിഞ്ഞും അറിയാതെയും കൈപ്പറ്റുന്നുണ്ട്. നമ്മൾ കൈപ്പറ്റുന്ന, ഏറ്റുവാങ്ങുന്ന ഈ അനുഗ്രഹങ്ങൾ അനുഗ്രഹദാതാവിലേക്കും വിശ്വാസ അനുഭവത്തിലേക്കും നമ്മെ നയിക്കണം. 10 ഒരാൾ മാത്രം നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒരു മനോഹരമായ സുവിശേഷ ഭാഗമാണ് ലൂക്കായുടെ സുവിശേഷം 17-ാം അധ്യായത്തിൽ കുഷ്ഠരോഗികളുടെ കഥ. യേശു ജെറുസലേമിലേക്കുള്ള തൻ്റെ യാത്രാമധ്യേ സമരിയായ്ക്കും ഗലീലയ്ക്കും മധ്യയുള്ള ഒരു ഗ്രാമത്തിലെത്തിച്ചേർന്നു. അപ്പോൾ അതാ വരുന്നു 10 കുഷ്ഠരോഗികൾ. അവർ കനിവിൻ്റെ നാഥനെ കണ്ടപാടെ കേണപേക്ഷിച്ചു, യേശുവേ, ഗുരു, ഞങ്ങളിൽ കനിയണമേ. കനിവിൻ്റെ നാഥന് അവരുടെ കഷ്ടതകൾ കണ്ട് കരുണ തോന്നി അവരോട് പറഞ്ഞു, പോയി നിങ്ങളെ തന്നെ പുരോഹിതന്മാർക്ക് കാണിച്ചു കൊടുക്കുക. പോകും വഴി അത്ഭുതമെന്നോണം അവർ സുഖം പ്രാപിച്ചു. അതവർ മനസ്സിലാക്കി. 9 പേർ മുന്നോട്ട് പോയി പുരോഹിതന്മാരെ കാണിക്കാനായി യേശുവിൻ്റെ കൽപ്പന അക്ഷരാർത്ഥത്തിൽ പാലിച്ചുകൊണ്ട് സഞ്ചരിച്ചു. പക്ഷേ അവരിൽ ഒരാൾ തിരിച്ചു വന്നു, തന്നെ സുഖപ്പെടുത്തിയ നാഥനോട് താൻ സുഖപ്പെട്ടു എന്ന് പറയാൻ. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഈ സംഭവകഥ നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ കുഷ്ഠരോഗികളുടെ അന്നത്തെ ജീവിത പശ്ചാത്തലത്തിലേക്ക് നമ്മളൊന്ന് ചിന്തിക്കുന്നത് വളരെ നല്ലതാണ്. ലേവ്യരുടെ പുസ്തകം 13-ാം അധ്യായം 45-ാം തിരുവചനത്തിൽ പറയുന്നുണ്ട്, കുഷ്ഠരോഗി എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന്. കുഷ്ഠരോഗി മുടി ചീകാതിരിക്കുകയും കീറിയ വസ്ത്രം ധരിക്കുകയും മേൽചുണ്ട് തുണി കൊണ്ട് മറച്ച് അശുദ്ധൻ അശുദ്ധൻ എന്ന് വിളിച്ചു പറയുകയും ചെയ്യണം. രോഗമുള്ള കാലത്തോളം അവൻ അശുദ്ധനായിരിക്കും. ആ കാലം അത്രയും അവൻ പാളയത്തിന് പുറത്ത് ഏകനായി കഴിയണം. ഇങ്ങനെ വളരെ വേദനയിൽ, ദുഃഖത്തിൽ, മറ്റുള്ളവരാൽ ഉപേക്ഷിക്കപ്പെട്ട്, അവഗണിക്കപ്പെട്ട്, മാറ്റി നിർത്തപ്പെട്ട് ജീവിച്ചിരുന്ന ഒരു സമൂഹമായിരുന്നു കുഷ്ഠരോഗികൾ. അവരുടേതായ കുറ്റങ്ങൾ കൊണ്ടല്ല രോഗം അവർക്ക് കിട്ടിയത്. അത് സ്വാഭാവികമായിട്ടുണ്ടായതാവാം. പക്ഷേ അവർ അവഗണിക്കപ്പെട്ട ഒരു സമൂഹമായിട്ട് നിലകൊള്ളുകയായിരുന്നു. അങ്ങനെ അവഗണിച്ചിരുന്ന ഒരു സമൂഹത്തെ, 10 കുഷ്ഠരോഗികളെയാണ് ഈശോ പൊതുസമൂഹത്തിലേക്ക്, മുഖ്യധാരയിലേക്ക് സൗഖ്യപ്പെടുത്തി കൊണ്ടുവരുന്നത്. സൗഖ്യദാതാവിനെ അവർ മറക്കുകയാണ്. തങ്ങളുടെ കണ്ണീരിൻ്റെയും കഷ്ടപ്പാടിനെയും കാവലാളായി നിന്നവനെ അവർ ഒരു തെല്ല് നേരമെങ്കിലും അവഗണിച്ചു. സൗഖ്യദാതാവിന് നന്ദി പറയേണ്ടതിന് പകരം അവർ ആചാര അനുഷ്ഠാനങ്ങളിലേക്ക് പോവുകയാണ്. ഈശോയിൽ സ്നേഹമുള്ളവരെ, തമ്പുരാൻ്റെ വലിയ ഔദാര്യത്തിന് മുമ്പിൽ കൃതജ്ഞതയുടെ കരം നീട്ടാത്തവരെ ഓർത്ത് അവൻ പരിതപിക്കുകയാണ്. 10 പേരിൽ സുഖപ്പെട്ടത്, ബാക്കി 9 പേർ എവിടെ? ഈ വിജാതീയനല്ലാതെ മറ്റാർക്കും തിരികെ വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തണം എന്ന് തോന്നിയില്ലേ? ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് ഈ 9 പേർ ഇങ്ങനെ പ്രവർത്തിച്ചത്? അവർക്ക് തങ്ങളെ സൗഖ്യപ്പെടുത്തിയ കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ട് അതിനുശേഷം തങ്ങളുടെ ജീവിതത്തിലെ ആചാരങ്ങളിലേക്ക്, മതപരമായ അനുഷ്ഠാനങ്ങളിലേക്ക് പോയാൽ പോരായിരുന്നോ? നമ്മൾ പലപ്പോഴും അവരെ ഓർത്ത് സഹതപിക്കാറുണ്ട്. പക്ഷെ നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തെപ്പറ്റി ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. നമ്മളും ഈ 9 പേരെ പോലെ ആയി തീരാറുണ്ട്. വേദനകളിൽ ദൈവത്തെ ഓർക്കുന്നവരാണ് നമ്മൾ. കഷ്ടപ്പാടിലും ബുദ്ധിമുട്ടിലും ജീവിതത്തിലെ പ്രതിസന്ധികളിലുമൊക്കെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഓടി വന്ന് പ്രാർത്ഥിക്കുകയും അവിടെ നിന്ന് അത്ഭുതവും കൃപയും സ്വീകരിക്കാനായിട്ട് ആഗ്രഹിക്കുകയും ചെയ്യുന്നവരാണ് നമ്മൾ. പക്ഷേ നമ്മൾ എത്ര പേര് തിരികെ വന്ന് അനുഗ്രഹദാതാവിൻ്റെ അടുത്ത് വന്ന് നന്ദി പറയാൻ മനസ്സ് കാണിക്കുന്നുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ഈ 10 കുഷ്ഠരോഗികളുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് അതുതന്നെയാണ്. നമ്മളൊക്കെ ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ അനുഗ്രഹദാതാവിൻ്റെ മുമ്പിൽ നന്ദി പറയാൻ കടപ്പെട്ടവരാണ്. ഒരു മനുഷ്യൻ്റെ ജീവിതം എനിക്കറിയാം. ജീവിതത്തിൽ ബിസിനസ്സിൽ ഏർപ്പെട്ട് ഒത്തിരിയേറെ കടം കയറിയൊരു മനുഷ്യൻ. ഒത്തിരി തവണ അദ്ദേഹം എന്നോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിരവധി ദേവാലയങ്ങളിലും തീർത്ഥാടന കേന്ദ്രങ്ങളിലും ധ്യാന കേന്ദ്രങ്ങളുമൊക്കെ അദ്ദേഹം പോയി പ്രാർത്ഥിച്ചു. അവസാനം ദൈവം അയാളെ കടാക്ഷിച്ചു. എല്ലാവിധ അനുഗ്രഹങ്ങളും അദ്ദേഹത്തിന് കൊടുത്തു. പൂർവാധികം ഭംഗിയായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ, ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് സാധിച്ചു. ഈ കഴിഞ്ഞ ദിവസം ഞാൻ അദ്ദേഹത്തെ കണ്ടപ്പോൾ
അദ്ദേഹത്തിൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞു, അച്ഛാ, അദ്ദേഹത്തോടൊന്ന് പറയണം ഞായറാഴ്ചകളിലെങ്കിലും ഒന്ന് പള്ളിയിൽ പോകണമെന്ന്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിതത്തിൽ കിട്ടിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. നിരവധി അനുഗ്രഹങ്ങൾ നമ്മൾ അറിഞ്ഞും അറിയാതെയും നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകുന്നുണ്ട്. ദൈവാനുഗ്രഹത്തിൻ്റെ പെരുമഴയിൽ ജീവിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. എത്രയെത്ര സമയങ്ങളിൽ അവിടുന്ന് നമുക്ക് താങ്ങും തണലുമായി നിന്നിട്ടുണ്ട്. എത്രയേറെ പ്രതിസന്ധികളിൽ അവിടുന്ന് നമ്മെ കരം പിടിച്ച് കൂടെ കൊണ്ടു നടന്നിട്ടുണ്ട്, സംരക്ഷിച്ചിട്ടുണ്ട്, ഉയർത്തിയെടുത്തിട്ടുണ്ട്. നമ്മുടെ വീഴ്ചകളിൽ അവിടുന്ന് നമ്മെ താങ്ങായി കൂടെ നിർത്തിയിട്ടുണ്ട്. ഈ മനോഹരമായ ജീവിതം, ഈ വൈവിധ്യമാർന്ന ഭൂമിയിലെ ജീവിതം നമുക്ക് ദൈവം നൽകിയ വലിയ ദാനമാണ്. നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ കുടുംബം, നമ്മുടെ ഈ നാട്, നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ, നമ്മുടെ അയൽവാസികൾ, നമ്മുടെ കൂട്ടുകാർ എല്ലാവരും ദൈവം നമുക്ക് നൽകിയ അനുഗ്രഹമാണ്, ദാനമാണ്. നമുക്ക് വളരാനും നമ്മെ വളർത്താനും എത്രയോ ആളുകൾ ഓരോ ദിവസവും നമുക്ക് വേണ്ടി അധ്വാനിക്കുന്നുണ്ട്, നമ്മൾ അറിയാതെ തന്നെ. എല്ലാവരോടും നമ്മൾ കടപ്പെട്ടിട്ടുണ്ട്. ഈ ഭൂമിയിലെ ഒരു ചെറിയ ജീവനോട് പോലും നമ്മൾ കടപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഒത്തിരിയേറെ പേരുടെ ജീവിതത്തിൽ നമ്മൾ കടക്കാരാണ്. അപ്പോൾ അവരോടൊക്കെ നന്ദി പറയാനുള്ളൊരു മനസ്സ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഈ സുവിശേഷം നമുക്ക് നൽകുന്ന വലിയൊരു സന്ദേശം. സ്നേഹമുള്ളവരെ, കടന്നു പോകുന്ന വഴികളിലും നടന്നു പോകുന്ന വഴികളിലും ദൈവത്തിൻ്റെ കൃപയുണ്ട് എന്ന് നമുക്ക് മറക്കാതിരിക്കാം. ജീവിതത്തെ ദൈവാനുഗ്രഹത്തിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് കാണാം. കഷ്ടതകളിലും സൗഖ്യങ്ങളിലും ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് അനുസ്മരിക്കാം. നമുക്കെല്ലാവരോടും നല്ല ബന്ധമുണ്ടാകണം, ദൈവത്തോടും മനുഷ്യരോടും. 9 പേരുടെ മനഃശാസ്ത്രം സ്വന്തമാക്കാതെ ഒരുവൻ്റെ കാഴ്ചപ്പാട് സ്വന്തമാക്കാൻ നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.